പ്രൈസ് ദി ലോർഡ്. എൻ്റെ എല്ലാ ചങ്ങായിമാർക്കും സുഖം തന്നെയല്ലേ? പിന്നെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ? പറഞ്ഞോളൂ. ഈ പാവം കൊച്ച് സുഖമായിരിക്കുന്നു. ഞാൻ രാവിലെ കോളേജിൽ പോകുന്നു, ഉച്ചയ്ക്കാകുമ്പോൾ വരുന്നു. ഇനിയിപ്പോൾ ഈ തിങ്കൾ മുതൽ വൈകുന്നേരം വരെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, എന്നാലും ഞാൻ എൻ്റെ കൂട്ടുകാരെ കാണാൻ വരും കേട്ടോ. ചെറിയൊരു ടൈം എനിക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ എൻ്റെ ഇടയ്ക്ക് വരും. പിന്നെ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, സത്യം പറഞ്ഞാൽ എനിക്ക് 2 അക്കൗണ്ട് ഉണ്ട് കേട്ടോ ഇൻസ്റ്റയിൽ. ഒന്ന് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടും ഒന്ന് ഞാൻ വീഡിയോ റീലൊക്കെ ചെയ്യാനായിട്ടിരിക്കുന്ന അക്കൗണ്ടും. എൻ്റെ ആ അക്കൗണ്ടിൽ ഒരു 50% മാത്രമേ എൻ്റെ ഫ്രണ്ട്സ് ആയിട്ടുള്ളൂ. ബാക്കി എല്ലാവരും ഓൺലൈൻ അങ്ങനെ കയറി വരുന്നതാണ്. അപ്പോൾ എന്നെ ലൈക്കും സപ്പോർട്ടും ചെയ്യുന്ന ഓൺലൈൻ ഫ്രണ്ട്സിനും എൻ്റെ ചങ്ങായിമാർക്കും എല്ലാവർക്കും എൻ്റെ ഹൃദയത്തിൽ നിന്നുകൊണ്ട് ഞാൻ നന്ദി പറയുന്നു. അപ്പോൾ നിങ്ങളിതുപോലെ തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ ലൈക്ക്, നിങ്ങളുടെ കമൻറ്റ് ആണ് എൻ്റെ പ്രചോദനം. ഓക്കെ, നമ്മൾ പറയാറില്ലേ, നമുക്ക് ചെറിയൊരു സപ്പോർട്ടൊക്കെ കിട്ടിയപ്പോൾ ഇന്ന അങ്ങ് വീഡിയോ ചെയ്യാൻ ത്വരയായിരിക്കും, ത്വര. അപ്പോൾ എല്ലാവർക്കും, എൻ്റെ എല്ലാ കൂട്ടുകാരും എന്നെ ഇതുപോലെ സപ്പോർട്ട് ചെയ്യുക. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാകും. എന്നെ കൊണ്ട് പറ്റുന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ, ഞാൻ ചെറിയ മോട്ടിവേഷനൊക്കെ ചെറിയ എന്നെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. സോങ്സ് ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം, ആ അക്കൗണ്ടിൻ്റെ അകത്ത് എനിക്ക് വേറെ ഒന്നും ഞാൻ അങ്ങനെ ഇടില്ല. 2-3 പേര് പറഞ്ഞു നിനക്ക് വേറെ സോങ് പാടാവോ എന്ന് ചോദിച്ചു. ഞാൻ വേറൊരു സോങ് ഞാൻ ഇടാത്ത കാരണം വേറെ ഒന്നല്ല, ജീസസ് ഞാനും അങ്ങനെ ഒരു ബോണ്ടിങ്ങാ. നമ്മൾ പറയാറില്ലേ, ഈ നമ്മൾ ഒരാളെ സ്നേഹിച്ച് തുടങ്ങിയാൽ അയാൾക്ക് ഇഷ്ടപ്പെടുന്നത് മാത്രമേ നമ്മൾ ചെയ്യാൻ നിൽക്കത്തുള്ളൂ, അല്ലേ? നമ്മൾ ഇപ്പോൾ ഒരാളെ ലവ് ചെയ്തെന്ന് വിചാരിക്കാം. അപ്പോൾ ആ ലവറിന് ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രം എന്ത് ചെയ്യുള്ളൂ നമ്മൾ ചെയ്യുള്ളൂ. അതേ ഞാനും ചെയ്യുന്നുള്ളൂ. ജീസസിനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് ലവ് ചെയ്തു പോയി. അപ്പോൾ അപ്പന് ഇഷ്ടമുള്ളതേ ഞാൻ എന്ത് ചെയ്യത്തുള്ളൂ. ഓക്കെ, എന്നാലും ചെറിയ കുറുമ്പൊക്കെ കാണിക്കും ഇടയ്ക്ക്. ഓക്കെ, എന്താ ഇടയ്ക്കിടയ്ക്ക് ചെറിയ കുസൃതിയൊക്കെ കാണിക്കും. ഞാൻ അത്ര പെർഫെക്റ്റ് ഒന്നും അല്ല. ഓക്കെ, 100-ൽ 30% ഒക്കെ ഉള്ളു ഞാൻ പെർഫെക്റ്റ്. ഞാൻ ഭയങ്കര നല്ല കൊച്ചാണെന്ന് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത്. ഇച്ചിരി കുറുമ്പും വിലത്തനൊക്കെ ഉണ്ട് കയ്യിൽ. പക്ഷെ കർത്താവ് എന്തോ എന്നിങ്ങനെ വെറുതെ വിട്ടിരിക്കുന്നു. ഇനി എന്നാണ് കർത്താവിനെ തൂക്കിലേറ്റുന്നതെന്ന് എനിക്ക് പറയാനൊന്നും പറ്റില്ല. കർത്താവ് ആയതുകൊണ്ട് കൊള്ളാം, എന്നിങ്ങനെ സഹിക്കുന്നു. ഓക്കെ, അപ്പൊ ഇന്ന് സത്യം പറഞ്ഞ വേറൊരു സബ്ജക്റ്റ് പറയാനായിട്ടാണ് വന്നത്. പക്ഷെ ആ സബ്ജക്റ്റ് അത്രയും പ്രിപ്പയർ ആയിട്ടില്ല. ഞാൻ നാളെ ആ സബ്ജക്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇന്നലത്തെ പോലെ തന്നെ ഞാൻ ഇത്രയും സ്നേഹത്തോടെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ കൂട്ടുകാർക്ക് ഇന്നൊരു ഡെഡിക്കേഷൻ ആയിട്ട് ഒരു സോങ് പാടാൻ കരുതി. ഓക്കെ, നിങ്ങളില്ലെങ്കിൽ ഞാനില്ല. നിങ്ങളുടെ സപ്പോർട്ടാണ് മൈ എനർജി. ഓക്കെ, അപ്പൊ ഒരു പാട്ടായാലോ? പാടാം. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേക്കാളും നീ വലിയതാണെനിക്ക്. ആരാധന 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 അങ്ങേയ്ക്കാരാധന. ആരാധന 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 അങ്ങേയ്ക്കാരാധന. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ.
അപ്പൊ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഈ പാട്ട് ഇഷ്ടായോ? ഇഷ്ടായെന്ന് ഈ കുഞ്ഞാട് വിശ്വസിക്കുകയാണ്. ഓക്കെ.